ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വ്ളോഗ് നമ്പർ 2. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ചെയ്ത ഡാൻസ് നമ്മൾ ഇന്നാണ് ശരിക്കും കളിക്കാൻ പോകുന്നത്. സോ അതിന് ഒരുത്തൻ്റെ അടുത്ത് ഷർട്ട് എടുക്കാൻ പറഞ്ഞിട്ട് ആ ഷർട്ട് എടുത്ത് റിസപ്ഷനിൽ വെച്ച് അടച്ച് പൂട്ടി ഒരു ഷർട്ട് ഇട്ട് കളിക്കും, ഈവൻ ടീ ഷർട്ട് ഇട്ട് കളിക്കും. ഓക്കെ, ബാക്കി നമുക്കിനി ഇന്ന് ഇവിടുത്തെ വിഷു പരിപാടിയാണ്. സോ ബാക്കി അവിടെ പോയിട്ട് വിഷുവിൻ്റെ ബാക്കി എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ഇന്ന് ഫുൾ ബിസി ഡേ ആണ്. ഇന്ന് വിഷു പരിപാടി, അത് കഴിഞ്ഞ് നേരെ വോൾവർഹാംപ്റ്റൺ. സോ ടുഡേ ഈസ് എ ബിസി ഡേ, ബട്ട് ഐ വിൽ ഷോ യു വാട്ട് ദാറ്റ് ഈസ്. സനി, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഓ, എനിക്കറിയത്തില്ലായിരുന്നു. പള്ളിയാണോ അത്? സ്കൂളെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് പള്ളിക്കൂടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് വിഷു സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മള് കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പക്ഷെ ഈ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. എങ്ങനെ ഇരിക്കണം? KFCയുടെ ഫ്രണ്ടിൽ വിഷു ആഘോഷിക്കാൻ വന്ന ഫസ്റ്റ് മലയാളി ഗ്രൂപ്പ് നമ്മളായിരിക്കും. ഇനിയും നടക്കണോ? ഗൈസ്, നമ്മള് ഫോട്ടോഷൂട്ടിനായിട്ട് ഇവിടെ വന്നു. സാനി, how are you feeling about me dancing? Very scared. Very scared. Don't be scared. Manu Jyotish. അത് കുത്താനല്ലേ? എന്തോ അത് മറ്റേ എക്കോ, ഇത് എക്കോ, ഇത് മറ്റേ എന്താ? നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തകർത്തു. നിന്നോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? നല്ല ഡാൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ സ്റ്റേജ് പൊളിച്ചു. ഇല്ലടാ, ഡാൻസ് പൊളിച്ചു, സ്റ്റേജ് പൊളിച്ചു. ലിറ്ററലി സ്റ്റേജ് പൊളിച്ചു. ഏതൊരു സ്റ്റെപ്പിൽ സ്റ്റേജ് പിളർന്നു പോയി, സ്പേസായി. പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡാൻസ് ആയിരുന്നു ഹൈലൈറ്റ് അല്ലേ? കാരണം ബാക്കിയൊരു പരിപാടി മൊത്തമായിട്ട് കാണാത്തതുകൊണ്ട് നമ്മുടെ ആർക്കായാലും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അതുകൊണ്ട് നമ്മുടെ ഡാൻസ് ഹൈലൈറ്റ്. ഇനി ഇവിടെ നിന്ന് നീ അവിടെ പോകുന്നു? ഷിഫ്റ്റിന് പാവപ്പെട്ടവൻ ഷിഫ്റ്റിന് പോകുന്നു, വേറെ അടുത്ത് ഇറങ്ങാൻ പോകുന്നു. നമ്മൾ വോൾവർഹാംപ്റ്റൺ പോകുന്നു. അവിടെ പോയിട്ട് പോകാം, പോയിട്ട് വരാം. ട്രെയിൻ കിട്ടി, പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ അവന്മാർ പ്ലാറ്റ്ഫോം മാറ്റി. ഞാൻ 6 വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവന്മാർ 5 കൊണ്ടിട്ടു. പിന്നെ ഓട്ടോ ആയിരുന്നു, വീണ്ടും ഓട്ടോ. ഇന്നത്തെ ദിവസം മൊത്തം ഓട്ടോ ആയിരുന്നു. ലാസ്റ്റ് ട്രെയിൻ കിട്ടി. ഇനി അവിടെ പോയിട്ട് ഊബർ വിളിച്ച് നമുക്ക് വീട്ടിൽ പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ട്രെയിനിൽ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ബ്ലോഗ് ചെയ്യുന്നതാണ് പുള്ളിക്കാരൻ ചോദിച്ചു. അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. So, Rana. Hello. What's your name? Drew. True. Drew, yeah. Oh, my name is Fatih. Yeah.
He's a really nice guy. And subscribe to my channel and just. So I'll give it a watch when I get home. You guys back to the house, so It's alright. Thank you so much for that. that's alright. Keep up the good work. Thank you so much. And hopefully you get you somewhere. That's the truth. Yeah, just nobody knows. That's what I mean. Yeah, you took the point. Thank you so much for that. Okay, I hope I will see you somewhere else. I hope you have a good day. Bye. You too. Have a good day. And enjoy tomorrow. Yeah, thank you. അങ്ങനെ നമ്മൾ വോൾവർഹാംപ്ടൺ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിൽ വെച്ച് മറ്റേ ധ്രുവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കണ്ടു. ഹി വാസ് എ റിയലി നൈസ് ഗായ്. ഇപ്പോൾ ഞാൻ കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഇവിടെ എന്താ ഭയങ്കര റേസിസം ആണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ഉള്ളവർ അത്രയും നൈസാണ്. ദേ ആർ റിയലി ഗുഡ് പീപ്പിൾ. പക്ഷെ അവിടെ ഇവിടെയും ചില മൈനോറിറ്റീസ് ഉണ്ട്. പക്ഷെ അത് വെച്ച് നമ്മൾ ഇവിടെ മൊത്തത്തിൽ ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. അതാ പറയുന്ന ഇതിപ്പോ നമ്മുടെ നാട്ടിലായാലും ഉണ്ട്. ഓരോരുത്തർ ഓരോന്നിന്റെ പേരിൽ ജഡ്ജ് ചെയ്യുന്ന ഒരു കാസ്റ്റ്, റിലീജിയൻ. നമ്മുടെ നാട്ടിൽ അതാണെങ്കിൽ ഇവിടെ കളറാണ്. പക്ഷെ ഇതേപോലുള്ള യാത്രകളിൽ ഇതേപോലുള്ള കുറച്ച് നല്ല he made my day എന്ന് വേണമെങ്കിൽ പറയാം. So for Drew, if you're watching this, you really made my day and thank you so much for supporting me. പുള്ളിക്കാരൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ മലയാളത്തിലാണ് എടുക്കുന്നത്, ഇറ്റ്സ് നോട്ട് ഈവൻ യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, യു ആർ ട്രൈയിങ് ഇറ്റ്, സോ ഐ എം സപ്പോർട്ടിങ് യു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നീ അത് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണം ആൻഡ് കീപ് അപ്പ് ദ ഗുഡ് വർക്ക് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. എന്നിട്ട് എന്റെ വീഡിയോ കുറച്ച് കണ്ടു. എന്നിട്ട് പുള്ളിക്കാരൻ അതിന്റെ എഡിറ്റിങ് അതിന്റെ ഇതെല്ലാം പറയുന്നു. നമുക്ക് നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അവിടെ അതിന്റെ ഇടയ്ക്ക്. അത് മൊത്തം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പുള്ളിക്കാരൻ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ വീഡിയോയിൽ വന്നാൽ കുഴപ്പമുണ്ടോ, എല്ലാം വ്ലോഗ് എടുക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. സോ ഇറ്റ് വാസ് റിയലി നൈസ് സ്പീക്കിംഗ് വിത്ത് യു ട്രൂ. ഐ ഡോണ്ട് നോ ഇഫ് യു ആർ വാച്ചിങ് ദിസ്, ബട്ട് യു സബ്സ്ക്രൈബ്. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ്, താങ്ക് യു സോ മച്ച് ഫോർ ടുഡേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ 22 തുറന്നിട്ടാൽ നോക്കാം. ഹലോ, ഞാൻ വ്ലോഗിലാണ്. ഹലോ ഗായ്സ്, നമ്മളെ വീട്ടിൽ കയറി. ഇനി ഫുഡ് അടിക്കുന്ന ടൈമാണ്. സ്പെഷ്യൽ കട്ട്ലറ്റ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നെക്സ്റ്റ് ആള് നാളെ എന്താണ് നമുക്ക് പരിപാടി? നാളെ നമുക്ക് വിശ്വസദ്യ. അതെ, വിഷു ആഘോഷം. ആ വിഷു ആഘോഷം ഇന്ന് സാമ്പിൾ ഫുഡ് അടി. നെക്സ്റ്റ് ആള് ഹലോ, ആരാ ഉണ്ടാക്കിയേ? ആരാ? ഇനി കഴിച്ചിട്ട് വരാം.